ഇനിയിപ്പോൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ രുചിയുടെ കാര്യത്തിലോ അരിയുടെ കാര്യത്തിലോ ഒന്നും പേടി വേണ്ട. നല്ല രുചിയോടുകൂടി ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ബിരിയാണിക്ക് ചിക്കൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കട്ട് ചെയ്തെടുത്ത ചിക്കൻ 1 കിലോ ഉണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തൈരും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കണം. ഇനി 3-4 പ്രാവശ്യം ഇത് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് നേരം ഇതിലെ വെള്ളം ഒന്ന് പോകാൻ മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മസാല ഇടാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്, മസാലയൊക്കെ പുരട്ടി ഇതേപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസം വേണം എടുത്ത് ഫ്രൈ ചെയ്യാൻ. ഒരു പാനിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 25 ഗ്രാം കാഷ്യൂനട്ടാണ് ഇതേപോലെ 2ആയിട്ട് കീറിയത് ഇതിലേക്ക് ഇടാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം 25 ഗ്രാം കിസ്മിസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇടാൻ. പായസത്തിലൊക്കെ ചേർക്കാൻ വേണ്ടി കാഷ്യൂനട്ട് ഫ്രൈ ആക്കുന്നത് പോലെ ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കനം കുറച്ചരിഞ്ഞ് 1 കപ്പ് സവാള ഇടാം. സവാള ഇതേപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കൈവച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. അപ്പോൾ എല്ലാം ഒരേപോലെ ഫ്രൈ ആയി കിട്ടും. സവാള 1 കപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ മെഷറിംഗ് കപ്പ് 250 ml 1 കപ്പാണ്. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്ക് അരി അളന്നെടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ ഇതെല്ലാം അളന്നെടുക്കാവുന്നതാണ്. സവാള എണ്ണയിൽ മുങ്ങിക്കിടക്കണം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ. അടുത്ത ഒരു ടിപ്പാണ്, ബിരിയാണി നമ്മൾ എപ്പോൾ തയ്യാറാക്കിയാലും സൺഫ്ലവർ ഓയിലിൽ തയ്യാറാക്കിയെടുക്കണം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനെക്കാട്ടിലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. സവാളയുടെ കളർ ഇതേപോലെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ പെട്ടെന്ന് തീ കുറച്ച് ലോ ഫ്ലെയിം ആക്കണം. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റണം. എണ്ണയിൽ നിന്നും കോരി മാറ്റിയാലും സവാള ആ ചൂടിലിരുന്ന് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആകും. അതുകൊണ്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും നമ്മൾ കോരി മാറ്റണം. സവാള ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് നിരത്തിയിടണം. മസാല പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ചിക്കൻ തണുപ്പ് മാറിയതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 2 വശവും 2 മിനിറ്റ് വീതം ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ 4 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് ഫ്രൈ ചെയ്യാം. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. 10 മിനിറ്റ് ആയപ്പോഴേക്കും ചിക്കൻ്റെ പുറമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതൊരു 60% വെന്തിട്ടുമുണ്ട്. ഇതിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് വഴട്ടി ചിക്കൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യമേ കുറച്ച് ബിരിയാണി മസാല തയ്യാറാക്കാം. ജാതിക്കാക്കുരു പകുതി, 2 ജാതിപത്രി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 തക്കോലം, ഷാജീരകം 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, 10 ഗ്രാമ്പൂ, ഏലക്ക 2 എണ്ണം, 1 ടീസ്പൂൺ കസ്കസ്, പട്ട 2 ടേബിൾ സ്പൂണ്, 2 കറുത്തേലക്ക, 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ വീതം, പച്ചമുളക് അരച്ചത് 1 ടേബിൾ സ്പൂൺ. ഇത്രയും നമുക്ക് ചിക്കൻ വറുത്തെടുത്ത് അതേ എണ്ണയിലേക്ക് ഇട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വറുത്തതിന് ശേഷം ഈ എണ്ണയൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് സവാള ഇടാം. അരിഞ്ഞെടുത്ത് 3 കപ്പ് സവാളയാണ് ഇടുന്നത്. മൊത്തത്തിൽ 4 കപ്പ് സവാളയാണ് നമുക്ക് ആവശ്യം. 1 കപ്പ് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് കഴിഞ്ഞു. 4 കപ്പ് അരിക്കുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴണ്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 കപ്പ് തക്കാളി അരിഞ്ഞത് കൂടി ഇടാം. അപ്പോൾ 4 കപ്പ് അരിക്ക് 4 കപ്പ് സവാളയും 1 കപ്പ് തക്കാളിയുമാണ് നമുക്ക് വേണ്ടത്.
തക്കാളിയും നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കുന്നതിലാണ്. ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ വഴണ്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ നമ്മൾ തയ്യാറാക്കിയെടുത്ത ബിരിയാണി മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 3 മിനിറ്റോളം ഇത് സ്ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയില, മല്ലിയിലയുടെ പകുതി മാത്രമേ പുതിനയില ചേർക്കാവൂ. ഇതെല്ലാം കൂടി നല്ലതുപോലെ 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം. അടുത്ത ഒരു ടിപ്പാണ്, നമ്മൾ മല്ലിയില എടുക്കുന്നതിൻ്റെ പകുതി മാത്രമേ പുതിനയില എടുക്കാവുള്ളൂ. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും തുറന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചിക്കൻ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ചു മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടുള്ള 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി റോസ് വാട്ടറാണ് വേണ്ടുന്നത്. ഫുഡിലൊക്കെ ചേർക്കുന്നത് കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് ബസുമതി റൈസ് ഒരു 4 കപ്പ് ഒരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വലിയ ഫോഴ്സ് കൊടുക്കാതെ ഇതൊന്ന് കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർന്നതിന് ശേഷം 10 മിനിറ്റ് ഇതിലെ വെള്ളം ഒന്ന് തോരാൻ വേണ്ടി മാറ്റിവെക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം. ഇതിലേക്ക് 2 ബേ ലീവ്സ്, 2 കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 1 തക്കോലം, 2 ഏലക്ക, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരി ഇടാം. അരിക്ക് വലിയ കേടുപാടൊന്നും വരാത്ത രീതിയിൽ ഇളക്കണം. ഒരു 5 മിനിറ്റോളം ഇത് ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് അരി ഇതേപോലെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരി 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതേ കപ്പിൽ തന്നെ 8 കപ്പ് വെള്ളം അളന്ന് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ഒഴിക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കണം. ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ വേണം ചേർക്കാൻ. ഇനി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ സ്ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെക്കണം. ഇനി ഒരു 7 മിനിറ്റ് കൂടി സ്ലോ ഫ്ലെയിമിലിരുന്ന് വേകണം. തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി അങ്ങനെ തന്നെ വെച്ചേക്കണം. അതിനുശേഷം മാത്രമേ തുറക്കാവൂ. അരിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരു ശകലം പോലും ഒട്ടിപ്പിടിക്കലോ ഒന്നുമില്ല. പരുവത്തിനാണ് വെന്തിരിക്കുന്നത്. ഇതിനി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം പഴയൊരു പാൻ എടുത്ത് നല്ലതുപോലെ ചൂടാക്കാം.
ചൂടായ പാനിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രം വെച്ച് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇതൊന്ന് നല്ലതുപോലെ നിരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് ഇടാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കാഷ്യൂനട്ടും കിസ്മിസും പുതിനയിലയും മല്ലിയിലയും കൂടി മിക്സ് ചെയ്തത് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. മഞ്ഞൾ നെയ്യിൽ മിക്സ് ചെയ്തത് കൂടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിക്കാം. 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ഒഴിക്കാം. ഇനി വീണ്ടും റൈസ് നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മഞ്ഞളും നെയ്യും കൂടെ മിക്സ് ചെയ്തതും റോസ് വാട്ടറും കൂടി ഒഴിക്കാം. വീണ്ടും സവാളയും കാഷ്യൂനട്ടും മല്ലിയിലയും പുതിനയിലയും കൂടി ഇടാം. അടുത്ത ഒരു ലെയർ കൂടി ഇതേപോലെ സെറ്റ് ചെയ്യാം. ഇതിനെ അടച്ച് 20 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെക്കണം. ആവി ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ വേണം അടച്ചു വെക്കാൻ. 20 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യണം. വീണ്ടും ഒരു 20 മിനിറ്റിന് ശേഷം മാത്രമേ അടപ്പ് തുറക്കാവുള്ളൂ. നല്ല ടേസ്റ്റോട് കൂടിയ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ഇതേപോലെ റൈസ് ഒരു സൈഡിലേക്കോ വേറൊരു പ്ലേറ്റിലേക്കോ മാറ്റിയതിന് ശേഷം വേണം അടിയിൽ നിന്നും ചിക്കനും മസാലയും എല്ലാം കൂടി എടുക്കാൻ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന ബിരിയാണിക്ക്. ഒരു തവണയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.